വിദ്യാസാഗർ ഗുരുമൂർത്തി, എന്തായാലും ഈ ആശയ വ്യതിചലനം അത്ര നിഷ്കളങ്കമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയായിരിക്കും? അതിപ്പോ വളരെ സുവ്യക്തമാണ്. അവരുടെ തന്നെ പ്രഖ്യാപിതമായ അവരുടെ ബൈലോ എടുത്ത് നോക്കിയാൽ മതി. അതിൽ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തെറ്റിദ്ധാരണ നമുക്ക് മാത്രമാണ്, അവർക്കൊരു തെറ്റിദ്ധാരണയില്ല. അപ്പം അത് സമുദായ സംഘടനകൾ ഇവിടെ കടന്നു കയറിയിരിക്കുന്നു. ക്രൈസ്തവ സമുദായം മാത്രമല്ല സമകാലികമായി ക്രൈസ്തവ സഭയിലുണ്ടായ പല വിഷയങ്ങൾക്കിടയിലും ഇവരുടെ കൃത്യമായ സാന്നിധ്യവും സാമ്പത്തിക സോഴ്സുകളുമുണ്ട്. മാത്രമല്ല ഉണ്ട് എല്ലാ മതങ്ങളിലകത്ത് രാഷ്ട്രീയ പാർട്ടികളകത്ത് ഇവർ പല രീതിയിൽ കയറി കൂടിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനിടയിൽ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് ഈ അടുത്ത കാലത്തുണ്ടായ ശക്തിക്ഷയം അടിസ്ഥാനപരമായി അവർക്ക് തീവ്രത കുറവാണോ എന്നുള്ള വലിയ പ്രചരണം, ഇവർ നടത്തുന്ന പ്രചരണം മുസ്ലിം ലീഗിനെ ഒരു മതേതര ഉണ്ടെന്ന് ഇപ്പൊ ഇല്ല, ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ലീഗിനെ അത് അങ്ങനെ ആണെങ്കിൽ ഇനി നിങ്ങളോടൊപ്പം ഞങ്ങൾ ഇല്ല എന്ന നിലയിലേക്ക് സമുദായത്തെ കൊണ്ട് പറയിപ്പിച്ച് അവരെയും അത്തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. മുസ്ലിം ലീഗ് ഇപ്പോൾ തീവ്രത ഞങ്ങൾക്ക് കുറവാണ്, ഞങ്ങൾ തീവ്രത കൂട്ടാം എന്ന അഭിപ്രായത്തിൽ ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അല്ല, അത് മാത്രമല്ല, തൊടുപുഴ ന്യൂമാൻ കോളേജിലുണ്ടായ ആ ജോസഫ് മാഷ കൈവെട്ടിൽ ആ കുടുംബത്തെ മുഴുവൻ സഭ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് ഈ ജിഹാദികൾക്ക് വേണ്ടിയിട്ട്. അങ്ങേയറ്റത്തെ അപലപനം, അതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. വളരെ സുപ്രസിദ്ധമായ ഒരു കോളേജ്, വളരെയധികം കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിലെ ഒരു അധ്യാപകന്റെ കൈവെട്ടി എറിഞ്ഞിട്ട് ആ കുടുംബം മുഴുവൻ കുളം തോണ്ടിയിട്ട് പോലും അയാളുടെ പെൻഷൻ വരെ തടഞ്ഞു വെക്കുന്ന നടപടി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇപ്പൊ കേരളത്തിലെ ഏതൊരു വ്യക്തിയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് ജിഹാദികൾക്ക് കാർട്ട് ബ്ലാൻഷ്, അതായത് ഫ്രീഡം കൊടുത്തിരിക്കുകയാണ് ഈ പിണറായി സർക്കാരാവട്ടെ, ഇവിടുത്തെ വലിയ സാംസ്കാരിക നായകന്മാരാവട്ടെ, ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അപകടകരമാണ്. ഏത് വിധേനയും ഇവർ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേമരാഷ്ട്രമല്ല. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസത്തെ പൂർണ്ണമായും പിൻപറ്റുക തന്നെ വേണം. ഇല്ലെങ്കിൽ ദിമ്മി സ്റ്റേറ്റസ് ആണ്. ആ ദിമ്മി സ്റ്റേറ്റസിലേക്ക് തരം താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിക്കുന്നത് തന്നെ നരകമായി തീരും. അപ്പോ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ കീഴിൽ നരകത്തിൽ ജീവിക്കണോ, അതോ ഇസ്ലാമിക ശക്തികളെ നിയന്ത്രിച്ച് അവരുടെ പല്ലും നഖവും കൊഴിക്കണോ എന്നുള്ളതാണ് ജനാധിപത്യ സമൂഹത്തിന് മുമ്പിലുള്ള ചോദ്യം. അതെ, നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്തായാലും ഇസ്ലാം മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിൻവാങ്ങി എന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും സംഘടനയുടെ ലക്ഷ്യം മതരാഷ്ട്ര സ്ഥാപനമാണെന്നത് തന്നെയാണ് ഭരണഘടനയിൽ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ആശയ വ്യതിചലനം സംശയത്തിൻ്റെ മുനയിൽ തന്നെ നിൽക്കുകയാണ്.